ആദ്യം രജിസ്റ്റർ നമ്പർ, നമ്മുടെ ഹാൾ ടിക്കറ്റിൽ കാണുന്ന 6 അക്ക നമ്പറായ രജിസ്റ്റർ നമ്പർ വളരെ വൃത്തിയിൽ എഴുതുക. 821178. ഓക്കെ, താഴോട്ടാണ്. 1 2 3 4 താഴോട്ടാണ്. വളരെ വൃത്തിയിൽ ബബിൾ ചെയ്യുക. 2 പുറത്തേക്ക് പോകാത്ത രൂപത്തിൽ ബബിൾ ചെയ്യുക. 1 വീണ്ടും 1, 7, പിന്നെ 8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോഡാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് വലത് സൈഡിലുണ്ടാവും. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. 4 അക്ക നമ്പറാണ്. നമ്മൾ 8ാം ക്ലാസ്സിലാണെങ്കിൽ 0801, 4 0401. കഴിഞ്ഞ വർഷത്തെ നമ്പറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ വർഷം ചിലപ്പം മാറ്റം ഉണ്ടാകും. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ 0 ആണല്ലേ. താഴോട്ട് 0 കറുപ്പിച്ചു. അതുപോലെ 8 കറുപ്പിച്ചു. 0 വീണ്ടും കറുപ്പിച്ചു. 1 കറുപ്പിച്ചു. ഓക്കെ, 0801. അടുത്ത നമ്മുടെ പേര് വൃത്തിയിൽ എഴുതുക. അതുപോലെ നമ്മുടെ ക്ലാസ് STD സ്റ്റാൻഡേർഡ് 8 എന്ന് എഴുതുക. അതുപോലെ എക്സാം ഡേറ്റ് നാളെയാണ്, 29/11/2025 നവംബർ 29. അതുപോലെ കാൻഡിഡേറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനാണ്. ഇവിടെ ഇൻവിജിലേറ്റർ, നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന ഉസ്താദിൻ്റെ സൈനാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഇവിടെ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ഫോർ ഫിൽ ഇൻ ദ ഷീറ്റ്. ദിസ് ഷീറ്റ് ഷുഡ് നോട്ട് ബി ഫോൾഡഡ് ഓർ ക്രഷ്ഡ്. ചുരുട്ടാനോ മടക്കാനോ പാടില്ല. യൂസ് ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെൻ ടു ഫിൽ ദ സർക്കിൾസ്. സർക്കിൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നീലയോ കറുപ്പോ ബോൾ പോയിൻറ്റ് പേനോ മാത്രം യൂസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പെൻസിലുകൊണ്ട് എഴുതാൻ പാടില്ല. അതുപോലെ സർക്കിൾ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യണം. അത് കുറച്ച് നിയമങ്ങളോട് പറയുന്നുണ്ട്. പിന്നുള്ളത് 5 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 5 കോളങ്ങൾ. അതിൽ ഒന്നാമത്തത് ആദ്യത്തെ 10 ചോദ്യങ്ങളാണ്. ഇവിടെ 11 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ. ഇവിടെ 21 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ. ഇവിടെ 31 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ. ഇവിടെ 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി കറുപ്പിക്കുക. ഇവിടെ നേരെ അങ്ങോട്ടാണ് കേട്ടോ. നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതി താഴോട്ടാണെങ്കിലും ഇവിടെ ABCD ഇങ്ങനെയാണ്. താഴോട്ട് ഫുള്ള് എ ആണ്, BCD അങ്ങനെയാണ്. ഇതിൽ ഒന്നാമത്തെ ആൻസർ ബി ആണെന്നുണ്ടെങ്കിൽ ബി വൃത്തിയായിട്ട് കറുപ്പിക്കുക. രണ്ടാമത്തെ ആൻസർ ഡി ആണെന്നുണ്ടെങ്കിൽ ഡി വൃത്തിയിൽ കറുപ്പിക്കുക. 3 എ ആണെന്നുണ്ടെങ്കിൽ വൃത്തിയിൽ ഇങ്ങനെ കറുപ്പിക്കുക, ഫില്ല് ചെയ്തിട്ട്. ഒരു ഭാഗം ഫില്ല് ചെയ്യാത്ത ഭാഗം ഉണ്ടാവരുത്. ഓക്കെ, ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യാം. ഇത് 10 ചോദ്യങ്ങളാണ് ആദ്യത്തെ. പിന്നെ 11 മുതൽ 20 വരെ. ഓക്കെ, അങ്ങനെ 50 ചോദ്യങ്ങളും 100 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. ഈ താഴോട്ട് പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മലയാളത്തിൽ കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഷീറ്റ് മടക്കുകയോ കീറുകയോ ചുരുട്ടുകയോ ചെയ്യരുത്. കാരണം ഇത് സിസ്റ്റം ഉപയോഗിച്ച് റീഡ് ചെയ്യാനുള്ള ആൻസർ ഷീറ്റാണ്. അതുകൊണ്ട് മടക്കാൻ പാടില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വൃത്തങ്ങൾ, ബബിൾസ് നീല, കറുപ്പ് ബോൾ പോയിൻറ്റ് പേന കൊണ്ട് മാത്രം കറുപ്പിക്കുക. ഈ ജെല്ല് പോലെയുള്ള താഴോട്ട് പകരുന്ന രൂപത്തിലുള്ള പേന ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല പേന നോക്കി സെലക്ട് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകുക. പിന്നെ പെൻസിൽ ഉപയോഗിക്കരുത്. പെൻസിൽ ഒരിക്കലും കൊണ്ടുവരരുത്. പിന്നെ വൃത്തം പൂർണ്ണമായും കറുപ്പിക്കണം. ഹാഫായിട്ടോ അല്ലെങ്കിൽ 75% ഒക്കെ ആയിട്ട് പൂർണ്ണമാവാത്ത രൂപത്തിൽ കറുപ്പിക്കരുത്. അതുപോലെ വെട്ടുകയോ മായ്ക്കുകയോ ചെയ്യരുത്. അഥവാ ഒരു ആൻസർ നിങ്ങൾ മാറി ബബിൾ ചെയ്താൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പോരുത്. അതുപോലെ കിടക്കട്ടെ. പിന്നെ അടുത്തത്, ഷീറ്റിൽ അടയാളങ്ങളോ വരികളോ പാടില്ല. എന്ന് പറഞ്ഞാൽ വരയോ കുറിയോ ഡോട്ടോ ഒന്നും ഷീറ്റിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ ഉൾഭാഗത്ത് എഴുതാൻ പാടില്ല. ഓക്കെ, പിന്നെ വൈറ്റ്നർ, മാർക്കർ എന്നിവ ഉപയോഗിക്കരുത്. 7ാമത്തത്. ഓക്കെ, മാർക്കറോ അതുപോലെ വൈറ്റ്നറോ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് വൈറ്റ്നറോ അല്ലെങ്കിൽ മാർക്കറോ, ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറോ എന്നിവ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ കറക്റ്റ് മെത്തേഡും റോങ് മെത്തേഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫില്ല് ചെയ്യേണ്ട കറക്റ്റ് രൂപം. അതുപോലെ തെറ്റായിട്ട് ഫിൽ ചെയ്യരുത്. അതുപോലെ ഹാഫായിട്ട്, അതുപോലെ പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ, പിന്നെ ടിക്കും. ഈ 4 രൂപവും തെറ്റാണ്. ഇതാണ് കറക്റ്റായിട്ടുള്ള രൂപം. ഇതുപോലെ ഫില്ല് ചെയ്ത് കറുപ്പിക്കുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.